சிறப்பான தரமான சம்பவம். ஓ பேட்ட டயலாக் சிறப்பா. വെൽക്കം ബാക്ക് ടു എൻജോയ് ജെ കെ. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂര്യണ്ണൻ പ്ലസ് കാർത്തിക് സുബ്ബരാജ്. ഇവരുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞത് അല്ലെ. ഏകദേശം എനിക്ക് തോന്നുന്നു അത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ മുന്നേ കേട്ടിട്ടില്ല. ഇവൻ ഉണ്ടായിരുന്നോന്ന് അറിയില്ല. പക്ഷെ എന്നാലും റെട്രോ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മളിതിലെ പാട്ടുകളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിലും നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര റീൽസിൽ ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള ആ ഒരു സ്റ്റെപ്പ് സംഭവങ്ങളൊക്കെ നമ്മള് ആ സംഭവം. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് ഇത് ട്രെൻഡിങ് ആയി. നോക്കിയപ്പോഴാണ് മനസ്സിലായത് സന്തോഷ് നാരായണനാണ് ഇതിന്റെ മ്യൂസിക്. സന്തോഷ് നാരായണന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പടത്തിലും പ്രത്യേകിച്ച് കാർത്തിക് സുബ്ബരാജ് പടത്തില് സന്തോഷ് നാരായണൻ കോമ്പിനേഷൻ വരുന്ന സമയത്ത് റീൽസിൽ ട്രെൻഡ് ആവാറുണ്ട്. നീ തന്നെ ഒരു റീൽസ് പണ്ട് കളിച്ചിട്ടുണ്ട്. മറ്റേ സോങ് ഇല്ല ധനുഷിന്റെ ഒരു പാട്ടിലെ എന്തായിരുന്നു ആ സോങ്? ആ ഒരു സോങ്ങിന്റെ അകത്ത് കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വൈബ് എപ്പോഴും വരും റീൽസിലോട്ട്. കാരണം ആളുടെ ഒരു നാടൻ വൈബ് ഭയങ്കര അല്ലെ. ആ ഒരു നാടൻ വൈബും നമുക്ക് ഭയങ്കര ഈസി ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭയങ്കര നമുക്ക് പാടിയൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സോങ് ആയിരിക്കും വരുന്നത്. ആൻഡ് പടത്തില് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ജോജു ജോർജ് ഉണ്ട്, ജയറാമേട്ടൻ ഉണ്ട്, പിന്നെ ആരായിരുന്നു? പൂജ ഹെഗ്ഡെ ആണ് നായിക. അതാണ് ഞാൻ പറഞ്ഞത്, പൂജ ഹെഗ്ഡെ ആണ് നായിക. അപ്പൊ എന്തായാലും ഒരു ഗംഭീര സിനിമ തന്നെയായിരിക്കും. കാരണം എന്താ പറയാ, കാർത്തിക് സുബ്ബരാജ് ഏതൊരു ആക്ടറിന്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ആ പടത്തിന് ഭയങ്കര ഹൈപ്പാണ്. കാരണം ആക്ടറിന്റെ ഹൈപ്പും ഉണ്ടാവും, പക്ഷെ ഡയറക്ടറിന്റെ ഹൈപ്പ് ഉണ്ട്. അതാണ് കാരണം യൂഷ്വലി പടങ്ങൾ ഇപ്പൊ വരുന്ന എനിക്ക് തോന്നുന്നു ഏകദേശം പടത്തിലൊക്കെ ഡയറക്ടറിനും ഹൈപ്പ് ഉണ്ട്. ലോകേഷ് കനകരാജ് വരുമ്പോ അങ്ങനെയാണല്ലോ. പണ്ടെന്ന് വെച്ചാൽ ഈ ആക്ടറും ഈ ഒരു ആക്ട്രസും ഒരു എക്സ്റ്റെൻഡ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് മാക്സിമം മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്നുമില്ല, ആൾക്കാരെ അറിയാൻ പോലും പറ്റുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ ഒരു മ്യൂസിക് ഡയറക്ടർ പിന്നെയാണെങ്കിൽ ഇതിനകത്തുള്ള മെയിൻ ആക്ടേഴ്സ്, അത് കൂടാതെ തന്നെ ഇതിനകത്ത് അഭിനയിക്കുന്ന ബാക്കിയുള്ള ഇപ്പൊ നമ്മുടെ ലാംഗ്വേജ് എന്നുള്ള ഇപ്പൊ ജോജു ജോർജ് ആണെന്നുണ്ടെങ്കിൽ ജയറാമേട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മള് പ്രത്യേകമായിട്ട് നമ്മൾ അവരെ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് സംഭവം. പിന്നെ പ്രത്യേകിച്ച് ജയറാമേട്ടൻ തമിഴ് മൂവിൽ വരുന്ന സമയത്ത് പൊതുവെ നന്നാവാറുണ്ട്. കാരണം തമിഴിൽ മാത്രമല്ല, ജയറാമേട്ടൻ എവിടെയാണെങ്കിലും ഐ എം റെഡി എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജയറാമേട്ടന്റെ റോള് ചെറുതാണെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. എന്തിലോട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു റോളാണ്. പിന്നെ അത് മാത്രമല്ല, ജയറാമേട്ടൻ പൊതുവേ തമിഴിൽ വരുന്നത് നല്ല രസമായിരിക്കും, പ്രത്യേകിച്ച് തുപ്പാക്കിയിലൊക്കെ വന്ന സമയത്ത് അല്ലെ. പിന്നെ മറ്റേ ഈ പടത്തില് മറ്റേ പടമില്ലേ പൊന്നിയിൻ സെൽവൻ മാത്രം നമ്മള് കമൽ സാറിന്റെ കൂടെ ഒക്കെ പണ്ടത്തെ സിനിമയിലൊക്കെ പഞ്ചതന്തിരം മറ്റേ സിനിമയിലൊക്കെ നല്ല രസമായിരുന്നില്ലേ കാണാൻ? എനിക്ക് തോന്നുന്നു മലയാളത്തില് കിട്ടാത്തൊരു വെർസ്റ്റൈൽ റോള് തോന്നുന്നു മറ്റ് ലാംഗ്വേജിൽ. കാരണം മലയാളത്തിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സെറ്റ് ഓഫ് സംഭവം ഉണ്ട്. ഒരു സത്യനന്ദിക്കാട് പ്ലസ് ജയറാം കോമ്പിനേഷൻ, ജയറാമേട്ടൻ പിന്നെ നമ്മളെ പണ്ടത്തെ രാജസേനൻ, അങ്ങനത്തെ ഒരു സ്റ്റൈൽ ആയിരിക്കും. അതാണ് എപ്പോഴും അറിയാം. പക്ഷെ തമിഴിലും മറ്റു ലാംഗ്വേജ് ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വേഴ്സ്റ്റാലിറ്റിയിൽ പലപ്പോഴും ചെയ്യാൻ നോക്കാറുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു ഭയങ്കര ഫ്രഷ് ഫീൽ തോന്നാറുണ്ട് ഇവൻ ലുക്കിലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാണ്ട്. കാരണം നമ്മളെ ലാസ്റ്റ് സൂര്യണ്ണന്റെ പടം അത്ര സക്സസ് ആയിരുന്നില്ല തിയേറ്ററിൽ, കങ്കുവ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. നമ്മള് ശരിക്ക് ഒന്നാമത് നമ്മള് ആ സമയത്ത് നിന്ന സ്ഥലത്ത് തിയേറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റ് ആയിക്കാൻ നമ്മൾ കൂടുതൽ അറിയല്ലോ. പക്ഷെ ഈ സിനിമ വന്നതും പോയതും അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമക്ക് ഭയങ്കര ഹൈപ്പാണ്, കൂടുതലും ട്രോളിലൂടെയാണ് ആ സമയത്ത്. അപ്പൊ എന്തായാലും സൂര്യണ്ണന്റെ ഒരു കംബാക്ക് ആയിരിക്കും, ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് എന്നുള്ള രീതിയിൽ തന്നെ ആകാൻ സാധ്യതയുള്ളൂ. കാരണം അദ്ദേഹത്തിന് മറ്റ് സക്സസ് ആയ പടങ്ങളാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ലാലേട്ടന്റെ ഒരു അവസ്ഥയും ആയിരുന്നു. കാരണം OTT-ൽ വന്ന പടങ്ങളാണ് കുറച്ചുകൂടി സക്സസ് ആയത്. OTT-ൽ വന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായം. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു പടത്തിന് നമുക്ക് ആ ഒരു എന്തോ ഒരു പോസിറ്റീവ് വൈബ് വല്ലാണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ജെയ്ബിയും ലുക്ക് അല്ലേ ഇവിടെ നോക്കുന്ന സമയത്ത്. മറ്റേ ഇതിന്റെ പോസ്റ്ററിലേക്ക് കണ്ടിട്ടില്ലല്ലോ. ഇല്ല അത് അറിയായിരിക്കും. വക്കീലാന്ന് ആണോ? അതെ. സൈഡ് ആംഗിൾ നോക്കും. മറ്റേ മഹേഷിന്റെ പ്രതികാരം എല്ലാവരും ഉണ്ടോ? മാൻകറി ബിരിയാണി പെട്ടെന്ന് ആരെ കണ്ട ശ്വാസിക്കായിരുന്നു. രജിഷ വിജയൻ. ജയറാമേട്ടൻ ലുക്ക് ಇದೆಲ್ಲ ಸೀರಿಯಲ್ಗಳೇ ಅಡಿದಡಿ ಕಟ್ಟಪ್ಪ ಚೈತ್ಯ ರಕ್ತಕಲ್ಲರಿಗೆ ಹೊಡಿತಾನೋ ಎಲ್ಲತ್ತಿಂಗ ನೋಡಿ ಬಿಡುತ್ತೆ.
റെട്രോ തന്നെ കേട്ടാ ബീറ്റ്. சிறப்பான தரமான சம்பவம் ഓ പേട്ട ഡയലോഗ് സിറപ്പാന സമ്മാനം. ഒരു മൊത്തത്തിലൊരു കാർത്തിക് സുബരാജ് വൈബ് ഉള്ളത്. இன்னும் என்ன நாட்டான போராட்டம் நாளை ஊரே கைவிட்டு ഇതാണ് കാർത്തിക് പടം. ഒന്നും മനസ്സിലാകുന്നില്ല. ഇല്ല ആരെയാള് அந்த ஒருத்தன் നിറഞ്ഞിരിക്കുന്നു കല മൊത്തം നിറയുന്നവിടെ. എല്ലാത്തോടെ ക്ലാസ് ഇല്ലേ BGM. റെട്രോ മെയ് 1 തൊഴിലാളി ദിനം. പക്ഷെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് അങ്ങനെ എടുത്തേക്കണം. അതായത് ഒരു മറ്റേ ഭയങ്കര ഒരു ശരിക്കും ആ ഒരു ഭയങ്കര ഒരു റെട്രോ പേര് പോലെ തന്നെ ഭയങ്കര ഒരു റെട്രോ വൈബ് അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ ആളുകളുടെ ഫേസ് ഇതിനകത്ത് മിന്നി മറയുന്നുണ്ട്. സ്വാസിക, പിന്നെ ആണെന്നുണ്ടെങ്കിൽ രജീഷ വിജയൻ ആൻഡ് അങ്ങനെയുള്ള കുറെ ആള്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്കിതൊരു ഒരു ഹോൾ തമിഴ് മൂവി ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മലയാളി ആക്ടേഴ്സിന് നിറഞ്ഞു നിൽക്കാണ് ശരിക്കും അല്ലേ. കുറെ സ്ഥലത്തൊക്കെ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടത്തിന്റെ ഒരു ഫീൽ. അതായത് നമുക്ക് ആക്ച്വലി അങ്ങനെയാണ്. കാരണം അതാണ് സംഭവം. നമ്മുടെ മലയാളത്തിലെ ലിജോ ജോസ് പല്ലിശ്ശേരി എങ്ങനെയാണോ പടെടുക്കുന്നത് അതുപോലെയാണ് തമിഴിൽ ശരിക്കും കാർത്തിക് സുബരാജ്. കാരണം അവരുടെ പടത്തിന് ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ട്, ഡിഫറെന്റ് സിഗ്നേച്ചർ ഉണ്ട്. നമുക്ക് കണ്ടാലേ ഇപ്പൊ ട്രെയിലർ കണ്ടാൽ നമുക്കിത് മനസ്സിലായി ഇത് കാർത്തിക് സുബരാജ് പടമാണ്. കാരണം നമ്മൾ ജിഗർദണ്ഡ XX ഇതുപോലെ ട്രെയിലർ കണ്ടപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഒരു വേറൊരു സാധനം, വേറൊരു സംഭവം. അതായത് ഫുൾ ഒരു ശരിക്കും ഒരു ജിഗർദണ്ഡ വൈബ്. അതായത് ക്യാരക്ടേഴ്സിനൊക്കെ ഇല്ലേ അവരാണെന്ന് തോന്നിപ്പിക്കില്ല പെട്ടെന്ന്. അത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മള് ഇതിനകത്ത് സൂര്യൻ തന്നെയാണോ എന്നൊരു സംഭവം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു റോള്. കാരണം നമ്മൾ അദ്ദേഹത്തെ കാണും ഇപ്പൊ ഏത് ഡയറക്ടർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു യുണീക് സംഭവങ്ങൾ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കും. അതിപ്പോ ഏത് തരം ക്യാരക്ടർ ആണെന്ന് എനിക്ക് കുറച്ചും കൂടി തോന്നി. എന്താ പറയുക, കാരണം ഡയറക്ടർ പടം പോലെ ഉണ്ട്. കാരണം ഡയറക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്റ്റാർഡോ ഒക്കെ മാറ്റി വെച്ച്, അതായത് അല്ല എനിക്ക് തോന്നുന്നുണ്ട് അറിയോ, തമിഴിൽ അങ്ങനെ സ്റ്റാർഡം മാറ്റി വെച്ചിട്ട് ആ ഒരു ആക്ടിങ്ങിനോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് സൂര്യൻ. അപ്പൊ ചിലപ്പോ അതായിരിക്കാം കാർത്തിക് സുബരാജ് ഇതിന്റെ അകത്ത് സൂര്യനെ കാസ്റ്റ് ചെയ്തത്. കാരണം ഇതില് ഡയറക്ടറിന്റെ ഒരു ക്യാരക്ടർ ആയിരിക്കണം സിനിമയിൽ വേണ്ടത്. ചിലപ്പോൾ മാസ് എലമെന്റ്സ് ഓവർ ആകെ ഒരു ഡയലോഗിൽ മാത്രം അല്ലെങ്കിൽ 1-2 സീനിൽ മാത്രമാണ് സൂര്യന്റെ കുറച്ചെങ്കിലും എന്നൊരു സാധനം കൊടുത്തേക്കണം. ബാക്കിയുള്ള എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവർക്കും, പ്രത്യേകിച്ച് ജയറാമേട്ടനും ജോജു ജോർജ്, പിന്നെ ആരാണ് മറ്റേ വടി പിടിച്ചിരിക്കുന്ന എന്തോ സാധനം അയാൾക്കൊക്കെ ഉണ്ട്, ആരാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്നോട് ഇതാരാണത്. പക്ഷെ അതും ഡയലോഗ് റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുന്നു. വേണ്ടായിരുന്നോ പൊളച്ചിടോ ആ ഒരു ഡയലോഗ് ഏകദേശം നമ്മളെ മറ്റേ പടം മാർക്ക് ആന്റണി അല്ല അതല്ല. പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്. ഭയങ്കര ഒരു ശരിക്കും റെട്രോ ആ ഒരു പേര് പോലെ തന്നെ അതുപോലെ. കാരണം ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസി ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പൂജ ഹെഗ്ഡെയുടെ ലുക്കാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഇത് പൂജ ഹെഗ്ഡെ തന്നെയാണോ? എനിക്ക് തോന്നുന്നു ഈ പടം എന്തായാലും സക്സസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ ഹെഗ്ഡെ ഒക്കെ ഉള്ള എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡാണ്. അതായത് പുള്ളിക്കാരത്തി വരുന്ന പടങ്ങളൊക്കെ അതിപ്പിക്കുന്ന ഒരു വലിയൊരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ സക്സസ് ആകില്ല. ഒരു നമ്മൾ പറയില്ലേ,
ഒരു സൂപ്പർസ്റ്റീഷ്യസ് സംഭവങ്ങളൊക്കെ. സോ കീപ്പിംഗ് അപ്പ് ദാറ്റ് പാർട്ട് അത് മാറ്റി വെക്കാണ്. എന്താ പറയാ, അത് ഒരു നെയിം സേക്കിനാണ് എല്ലാവരും പറയുന്നത്, വേറെ കാര്യം. പക്ഷെ ഇതിനകത്ത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നില്ല ഒരു യൂഷ്വൽ പൂജ ഹെഗ്ഡെ സംഭവം. അല്ലെങ്കിൽ ഒരു മൂവി വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഓ പൂജ ഹെഗ്ഡെ ഓക്കെ സെയിം, അതിനകത്ത് നിന്ന് വന്ന അതേ പൂജ ഹെഗ്ഡെ ഇവിടെ, അങ്ങനെ ഒരു ഫീൽ അടിക്കാറുണ്ട്. പക്ഷെ ഇതിലെന്ന് പറയുന്നത് പുള്ളിക്കാരത്തിന് ആ ഒരു നാടൻ ലുക്കിനെ ഭയങ്കരമായിട്ട് നല്ല രസത്തിൽ തന്നെ, അതായത് നമ്മൾ കണ്ടിരിക്കുക. നമ്മൾ മലയാളത്തില് പണ്ടത് നമ്മളുടെ നടിമാരുണ്ടാവില്ലേ, ഒരു ഭയങ്കര ഒരു ശാലീന സുന്ദരമായിട്ട് കാണാനായിട്ട് നല്ല എന്താ പറയാ നീണ്ട ഫേസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു നല്ല രസത്തിൽ തന്നെ പുള്ളിക്കാരത്തിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൂര്യണ്ണന്റെ കൂടെ വരുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഭംഗിയുണ്ട്, ഒരു തഴക്കം ചെന്ന ഒരു ആക്ട്രസ്, ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ആ ഒരു മെച്യൂരിറ്റിയിൽ തന്നെ ചെയ്യാൻ നോക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട സന്തോഷ് നാരായണന്റെ മ്യൂസിക് കേട്ടോ, കറക്റ്റ്, അതായത് റെട്രോ വൈബിൽ തീരുന്ന രീതിയിൽ. കാരണം ഒരു സ്ഥലത്ത് പോലും മറ്റേ പുതിയ സ്റ്റൈലിലുള്ള മ്യൂസിക് ഇല്ല, എല്ലാ സ്ഥലത്തും ആ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടെ, നമ്മുടെ പണ്ടത്തെ ഡിസ്കോയിലൊക്കെ കേൾക്കുന്ന പോലത്തെ മ്യൂസിക്. പിന്നെ എടുത്തു പറയണെന്ന് പറയാം, എനിക്ക് തോന്നിയേക്കണേ കൂടുതലും നമ്മളെ ലിജോ ജോസ് പെല്ലിശ്ശേരി പടം എനിക്ക് അടിച്ചു വെച്ചാൽ ഡബിൾ ബാരൽ എന്നൊരു പടം ഉണ്ടായിരുന്നില്ലേ, ലിജോ ജോസ് പെല്ലിശ്ശേരി പടം അത്ര ഹിറ്റ് അല്ല. പക്ഷെ ആ പടത്തിലൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാ ആക്ടേഴ്സ്, കുറെ ആൾക്കാരുണ്ടാവും സിനിമയിൽ, അവരൊക്കെ വരുമ്പോഴില്ലേ നമുക്ക് കൈയടിക്കാനുള്ളൊരു ഫീൽ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് ഇവരൊക്കെ എന്തിനാ വന്നെന്നുള്ളൊരു ഡൗട്ട് ഒന്ന് തോന്നുകയും ചെയ്യും നമുക്ക്. അങ്ങനെയായിരുന്നു ആ സിനിമ ശരിക്കും ആ സമയത്ത് ഹിറ്റ് ആവാൻ. എന്തൊക്കെയോ ജയറാമേട്ടൻ ഒരു വേറൊരു ടൈപ്പ്. ജോജു ജോർജ് ആണെങ്കിൽ സ്ക്രീനിൽ നിറഞ്ഞിരിക്കണം, മറ്റേ തല മാത്രം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഫുള്ള് ലാലേട്ടന്റെ ഒരു ചെറിയൊരു ഭയങ്കരമായിട്ട് കിട്ടും, ഭയങ്കര മാസ്. അതായത് ആ ഒരു നമ്മൾ പറയില്ലേ ആ ഫുള്ള് ഇവിടെ ലാലേട്ടൻ അങ്ങനെയല്ലേ. കാരണം വെച്ചാൽ ലാലേട്ടൻ സ്ക്രീനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത്രയും തന്നെ ചിലപ്പോ കൊള്ളില്ല, ആ ഒരു സംഭവം. അതുപോലെയാണ് ഏകദേശം എനിക്ക് അവരും അങ്ങനെയാണ് ആ ഒരു ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കി. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് കാർത്തിക് സുബ്രാജിനെ, എനിക്കറിയില്ല, എന്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ കുറെ കാർത്തിക് സുബ്രാജ് പറഞ്ഞത്. കാരണം കാർത്തിക് സുബ്രാജ് ഒരു ആക്ടർ എടുക്കുന്ന സമയത്ത് ആ ആക്ടറിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ നോക്കും, മാക്സിമം. പിന്നെ ആ ആക്ടറിനെ എങ്ങനെ കാണിക്കണം എന്നുള്ളത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ ഒരു ആക്ടറിന്റെ മൂവി പോയി കാണും. അപ്പൊ ആ ആക്ടറിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കാണിക്കാൻ നോക്കുക. ഇപ്പൊ ജയറാമേട്ടൻ കോമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ നല്ലതായി ചെയ്യാൻ പറ്റും, ഒരു ചീറ്റിംഗ് ക്യാരക്ടറൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ആ സാധനം. പിന്നെ ജോജു ജോർജിന്റെ ഓൾറെഡി എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടാവുക, ജോസഫ് പോലത്തെ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അകത്ത് ഒരു മാസ് സ്ക്രീനില്ലേ, ഇപ്പൊ നമ്മളെ എന്തായിരുന്നു നമ്മളെ ജോഷിന്റെ പടത്തിലൊക്കെ ജോർജ് ജോർജ് വരുമ്പോൾ ഒരു മാസ് എഫക്ട് അതായിരിക്കും. പിന്നെ സൂര്യണ്ണന്റെ ഒരു പെർഫോമൻസ് ഏരിയ ആണ് കുറച്ചുകൂടി രജനി സാറായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഡയലോഗ് കൂടി അടിച്ചില്ലേ, മറ്റേ ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന ഒരു അദ്ദേഹത്തിന് അറിയാം, ഓക്കെ വെൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതായത് ഓക്കെ ഇങ്ങനെയാണ് എന്റെ ക്യാരക്ടർ വേണ്ടത്. ആൻഡ് നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് വാട്ട് ഡയറക്ടർ സേസ് അതുപോലെ തന്നെ എന്താ പറയാ ആള് സമ്മതിക്കും. കാരണം എനിക്കത് വേണം എനിക്കത് വേണം എന്നൊന്നും പറയാൻ അല്ല, അതിന് മേലെ കൊടുക്കും ചിലപ്പോ വേണമെങ്കിൽ. കാരണം ഒരു നടിപ്പിൻ നായകൻ എന്നുള്ള പേര് വെറുതെ അല്ല, അത് കറക്റ്റ് തന്നെയാണ്. കാരണം അതിന്റെ ഉദാഹരണങ്ങളാണ് ചില സിനിമകളൊക്കെ നമ്മള് അങ്ങനെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആളെ ഗംഭീരം എടുക്കാന്ന് വെച്ചാൽ നമ്മള് കണ്ട് കുറെ കണ്ടിട്ടുള്ള സൂര്യണ്ണനെ തന്നെ അത് കാണാൻ പറ്റില്ല. പക്ഷേ സൂര്യണ്ണന്റെ ആ ഒരു ക്യാരക്ടറെ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റി. എന്താ പറയാ ആ ഒരു ഡയറക്ടർ പറഞ്ഞേക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അങ്ങനെയാണ് എനിക്ക് ശരിക്കും ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ തോന്നുന്നേ ഇല്ല, ഇതിനകത്ത് കുറെ അധികം ഒരു മൾട്ടി കാസ്റ്റ് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ട്രെയിലർ കണ്ടു അതാ സംഭവം. കാരണം എനിക്ക് കണ്ട ഒരു ടീസർ കണ്ട ഫീൽ ആയിരുന്നു. ഇത്ര നീളം ഉണ്ടായിട്ടും അതാ പറഞ്ഞത്, ഇത്ര നീളത്തിൽ കണ്ടിട്ടും ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് മറ്റേ പടമില്ല ജയിലർ മൂവിന്റെ അകത്ത് അവരൊരു ലാസ്റ്റ് പടം ഇറങ്ങാനാകുമ്പോ ഒരു കുഞ്ഞ് ടീസർ ഇറക്കിയായിരുന്നു, ഷോർട്ട് ടീസർ എന്നിട്ടൊരു 1 മിനിറ്റിൽ താഴെ അതുപോലെ ഫീൽ ചെയ്തുള്ളൂ. പെട്ടെന്ന് എല്ലാരെയും കാണിച്ചു, അവരെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നു. പ്രത്യേകിച്ച് നമ്മളെ മഹേഷിന്റെ പ്രതികാരത്തില് അദ്ദേഹത്തിനൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റും. കാരണം പുള്ളിക്ക് ആ ഒരു നെഗറ്റീവ് റോളും പോവുമല്ലോ, പോസിറ്റീവും ചെയ്യാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു ബേസിലായിരിക്കും എടുത്തിരിക്കുന്നത്. എന്തായാലും കിടു സംഭവം ഒരു പക്കാ ഫെസ്റ്റിവൽ സംഭവം. അഗൈൻ മെയ് 1-ാം തീയതിയാണ് ഇറങ്ങാൻ പോകുന്നത്. ലോക തൊഴിലാളി ദിനത്തിന്റെ അന്നാണ് ഇറങ്ങുന്നത്. വാട്ട്സ് സോ സ്പെഷ്യൽ, എന്താണ് അന്നത്തെ സ്പെഷ്യൽ, എന്തുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ പടത്തില്. പിന്നെ ബാക്കി ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല, ഒന്നും ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മൂവി. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോയിൽ കാണാം.